നാം എല്ലാവരും പലപ്പോഴും വിടുതൽ നടക്കണം നമുക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ വിടുതൽ പലപ്പോഴും നമ്മൾ വിടുവിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരാക്കും. ഒരു രോഗി സൗഖ്യമായി കഴിഞ്ഞാൽ ആ മനുഷ്യൻ സ്വതന്ത്രനായി തീർന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതാണ് ഒരു വിടുതൽ. പിന്നെ ആ രോഗിക്ക് ആ രോഗം 100% ആ രോഗി സൗഖ്യമായി തീരുവാൻ സ്വതന്ത്രനായി തീരുമെന്നാണ്. അല്ലെങ്കിൽ പിശാച് ബാധിച്ച ഒരു വ്യക്തിയാണെങ്കിലും ആ മനുഷ്യൻ ആ സമയം തന്നെ സ്വതന്ത്രനായി തീരും. പിന്നെ ആ പിശാചിൻ്റെ ബന്ധനം ആ മനുഷ്യനെ കാണത്തില്ല. നമുക്ക് ദക്കപ്പൊലി നാട്ടിലെ കർത്താവ് ഭൂതഗ്രസ്തനായ മനുഷ്യനെ കർത്താവ് സൗഖ്യമാക്കിയപ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്ന ഇപ്രകാരമാണ്. അവൻ പിന്നെ ആ രോഗി കർത്താവിനെ അനുഗമിച്ചു എന്ന് വായിക്കുന്നു നമ്മൾ. അപ്പോൾ നമ്മൾ സൗഖ്യമാക്കുകയോ അല്ലെങ്കിൽ ഭൂതങ്ങളെ പുറത്താക്കുകയോ ചെയ്യുമ്പോൾ ആ മനുഷ്യൻ പൂർണ്ണമായി വിടുതൽ പ്രാപിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരണം. അപ്പോൾ അവൻ അത് കഴിഞ്ഞിട്ട് അവൻ യഥാസ്ഥാനത്തേക്ക് മടങ്ങി വരുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവനെ രക്ഷിച്ച് കർത്താവ് സംരക്ഷിക്കുന്ന അതിന് ശേഷമായിട്ട് രോഗം വിടുതൽ പ്രാപിച്ച സൗഖ്യം പ്രാപിച്ച വ്യക്തി സംരക്ഷകനായി തീരുക, അല്ലെങ്കിൽ അവൻ മോചിക്കപ്പെട്ടവനായി അവൻ രക്ഷയിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ വ്യക്തി രക്ഷിക്കപ്പെടണമെങ്കിൽ അവന് പൂർണ്ണമായി വിടുതൽ ഉണ്ടായിരിക്കണം. അവൻ സ്വതന്ത്രനായി തീരണം. അതാണ് അവനെ രക്ഷിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ രക്ഷിക്കപ്പെടും. അവൻ അഭിഷേകം പ്രാപിക്കുന്നു. അവൻ പാപത്തിൽ വിമുക്തനായി തീരുന്നുണ്ട്, മോചിതനായി തീരുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെയൊക്കെ അർത്ഥം. അപ്പോൾ ആ വിടുവിക്കുന്നത് ആ സ്വതന്ത്രനായി വിടുക, സ്വതന്ത്രനായി കഴിയുമ്പോഴത്തേക്ക് അവനെ അവൻ പൂർണ്ണമായി ദൈവസ്ഥനിൽ ആശ്രയിക്കുന്ന യഥാസ്ഥാനപ്പെട്ട് മടങ്ങി വരുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ അവൻ രക്ഷിക്കപ്പെട്ട് മടങ്ങി വരുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ അവൻ മോചിക്കപ്പെടുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലെങ്കിൽ അവൻ മോചിക്കപ്പെട്ടു കഴിഞ്ഞു, അവൻ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞു, അവൻ അഭിഷേകത്താൽ നിറയപ്പെട്ട അവൻ്റെ ജീവിതത്തിൽ നിന്നൊരു വിടുതൽ പ്രാപിക്കുന്ന അനുഭവം കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു രോഗസൗഖ്യം നമ്മളിൽ ദൈവമായ കർത്താവ് നടക്കേണ്ടതിനാൽ നമ്മൾ നിങ്ങളെ ദൈവസ്ഥനിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ആയിരിക്കുവാണെങ്കിൽ അങ്ങനൊരു വിടുതൽ നമുക്ക് കൊടുക്കുവാൻ കഴിയും. അനേകരെ സൗഖ്യമാക്കാൻ കഴിയും. അനേക ഭൂതങ്ങളെ സൗഖ്യമാക്കാൻ കഴിയും. സ്വർഗരാജ്യം നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാമെന്ന് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പം നമ്മളോട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനായിട്ട് നാളുകളിൽ നമ്മളെ ദൈവം ഒരുക്കിയെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്ന. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും.